ഒരു പൈസ വസൂൽ എൻ്റർടൈനറാണ് പടം. വിജയ് ദേവരക്കൊണ്ടേരെ കമ്പാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. പുള്ളിയുടെ പെർഫോമൻസ് വേറെ ലെവലായിട്ടുണ്ട് പടത്തിനകത്ത്. കിടിലം, ചില ഹൈ മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. പിന്നെ അനിരുദ്ധ് തകർത്തിട്ടുണ്ട്. മലയാളികൾ ക്യാമറമാൻ ജോമോണ്ടി ജോണും നമ്മുടെ വെങ്കടേഷ് കിടിലം, ഒന്നും പറയാനില്ല. പുള്ളി പെർഫെക്റ്റ് വില്ലൻ, ആ ഹീറോയ്ക്ക് പറ്റിയ വില്ലൻ തന്നെയാണ്. അയ്യോ, ആ ചേട്ടൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഫൈറ്റും ഭയങ്കര ഒരു പക്ക വില്ലൻ പരിപാടി. ആ ചേട്ടാ, അത് കണ്ടിട്ട് ആക്ച്വലി ഞാൻ ഈ സിനിമ കാണാൻ വെച്ചേ. നല്ല പടമായിരുന്നു. ചേട്ടൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അയ്യോ, അത് ഭയങ്കര രസം. അത് ഓൾവേസ് രസമാണല്ലോ. ഈ പടത്തിന്റെ ഒരു ടോപ്പ് നോച്ച് ആയിരുന്നു അനിരുദ്ധിന്റെ ഒരു മ്യൂസിക്. തീർച്ചയായിട്ടും പല സീൻസിലും. കുഴപ്പമില്ല, കൊള്ളാം. കുഴപ്പമില്ല, അങ്ങനെ പറയാം. ഞാൻ മെയിനായിട്ട് വന്ന അനിരുദ്ധിന്റെ മ്യൂസിക് മലയാളി പുള്ളി കിടിലാണ്. കൊള്ളാം. അതെ അതെ, അതുപോലെ തന്നെയായിരുന്നു. പുള്ളി അടിപൊളിയായിരുന്നു. അതെ, എനിക്ക് ഇഷ്ടപ്പെട്ടു. കൊള്ളാം, ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര കാണുമ്പോൾ സന്തോഷം. എങ്ങനെയുണ്ട് നല്ല പടം, നല്ല പടം, നല്ല പടം. എങ്ങനെയുണ്ട് പുള്ളിയുടെ ഒരു തിരിച്ചുവരവ് തന്നെ? വീഡിയോയുടെ തിരിച്ചുവരവ് തന്നെയാണ്. നല്ല പടമാണ്, നല്ല പടം. വെങ്കടേഷ് എങ്ങനെയുണ്ട്? പുള്ളി വെങ്കടേഷാണ് പൊളിച്ചത്, തകർത്തിട്ടുണ്ട്. ഓഡിയോ ലോഞ്ചിലൊക്കെ അവിടെ പോയിട്ട് തകർത്തിട്ടുണ്ടായിരുന്നു. എങ്ങനെ സിനിമയിലും അങ്ങനെയാണ്? സിനിമയിൽ കൊള്ളാം, നല്ല ഇതുണ്ട്. കണ്ടോണ്ടിരിക്കാൻ നല്ല പ്ലോട്ടാണ്. മ്യൂസിക്കാണ് പടത്തിന് എലിവേറ്റ് ചെയ്യണം. എന്താ പറയാ, അല്ല, ഇത്രേ ഉള്ളൂ. എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് നല്ല രീതിയിൽ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കൊള്ളാം. വിഷയം ഒരു രക്ഷയില്ല. കിടിലം പെർഫോമൻസ്. പക്ഷേ ഒരു ചെറിയൊരു ഒരു അണ്ണൻ പാസമൊക്കെ ഇടയ്ക്ക് വന്നെങ്കിലും ഒരു പീക്കിലങ്ങ് പോകണുണ്ട്. സംഭവം കൊള്ളാം. എന്തായാലും ബീജിയം പ്ലേസ്മെന്റ് എല്ലാം പക്കയായിട്ടുണ്ട്. അനിരുദ്ധ് തകർത്ത്. അയ്യോ, ഒന്നുമില്ലടാ. ആക്ച്വലി കൊള്ളായിരുന്നു. ഒരു റെട്രോ വൈബ് പോലെ തുടങ്ങി, പക്ഷെ ആ റെട്രോവിനെക്കാളൊക്കെ നല്ല സിനിമയായിരുന്നു. വെങ്കടേഷ് ആക്ച്വലി നന്നായിരുന്നു. നല്ല പെർഫോമൻസ് ആയിരുന്നു. ആ ഒരു ഫൈറ്റ് സീനൊക്കെ വന്നപ്പോൾ നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. കൊള്ളായിരുന്നു. അനിരുദ്ധ് ബീജി സത്യം പറയാമല്ലോ, വേറെ ഒന്നും പറയില്ല. നല്ല കിള്ളം ബീജിയം ആയിരുന്നു. നൈസ് ഫിലിമാണ്, വെരി നൈസ് ഫിലിമാണ്. വെങ്കി നമ്മളെ മലയാള ആർട്ട് വെരി ഗുഡാണ്. അടിപൊളിയായിരുന്നു, നന്നായിട്ട്. കമ്പാക്കാണ്, വെരി ഗുഡാണ്. നല്ല ഫിലിമായിരുന്നു. എല്ലാം കൊണ്ട് നല്ലതാണ്. കൊടൂര വില്ലനാണ്. പടം കൊള്ളാം, ബോറിംഗ് ഇല്ല, നല്ല സ്പീഡിൽ പോകുന്നുണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫ് ക്ലൈമാക്സ് കുറച്ച് ഇതായിപ്പോയി. അത്രയും സിനിമ കൊള്ളാം. അനിരുദ്ധാണ് സിനിമയിൽ മെയിൻ താരം. അനിരുദ്ധ് തീയാക്കിയിട്ടുണ്ട്. കൊള്ളാം, നല്ല രസമുണ്ട്. ദേവരകൊണ്ടാട ഡിയർ കോംബിനേഷൻ ഇതൊരു നല്ല സിനിമയാണ് അടുത്ത കരിയറിൽ. ഇനി ഇതിന് സെക്കൻഡ് പാർട്ട് ഉണ്ടെന്ന് ഡയറക്ടർ എൻ്റെ ഒരു പറയുന്നത് കേട്ട് കാണുമായിരിക്കും. സത്യത്തിൽ ആ പുള്ളി ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഈ സിനിമയിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വിജയ് ദേവരകൊണ്ടോട് അടിച്ചിരിക്കാൻ പറ്റിയൊരു വില്ലനാണെന്ന് തോന്നില്ല. എന്നാലും പക്ഷേ പുള്ളിയുടെ ക്യാരക്ടർ പുള്ളി അടിപൊളി ചെയ്തിട്ടുണ്ട്. നല്ല വയലൻസ് വെച്ച് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അഭിനയം അറിയാം. പുള്ളി ഇവിടെ ആരും മൈൻഡ് ചെയ്യാത്തതുകൊണ്ട് പുള്ളി അവിടെ പോയെന്ന് തോന്നുന്നു. പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിക്ക് കഴിവുണ്ടെങ്കിൽ പുള്ളി ഉറപ്പായിട്ടും വരും. ബ്രോ, മൂവി വെച്ച് വളരെ പ്രഡിക്റ്റബിൾ ആണ്. നമ്മളിപ്പം റെട്രോ ജിഗർദണ്ഡയൊക്കെ കണ്ടതുപോലെ തന്നെയാണ് സിനിമ. ഞാൻ വെങ്കടേഷ്, നമ്മുടെ ട്രിവാൻഡ്രത്തെ അഭിമാനം വെങ്കടേഷിൻ്റെ പെർഫോമൻസ് കാണാൻ വേണ്ടിയാണ് വന്നത്. അതിൽ വളരെയധികം ഹാപ്പിയാണ്, വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്. അതെ. അതേപോലെ തന്നെ അതിനെക്കാട്ടിലും മികച്ചു നിൽക്കുന്ന അഭിനയവും അതിൽ കുറേ എവിടേക്കോ ലാലേട്ടൻ്റെ ചെറിയൊരു വന്നു പോകുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ തിയേറ്ററിൽ കാണുമ്പോൾ തന്നെ ആയിരിക്കും മനസ്സിലാവുന്നത്. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഓവറോൾ ഇത് പറഞ്ഞ് ആ ഒരു മൂവിയുടെ റിസംബ്ലൻസ് വളരെയധികം ഉള്ളതുകൊണ്ട് നമുക്കിങ്ങനെ ഭയങ്കര അതിഗംഭീരം നമ്മളിതുവരെ കാണാത്ത സാധനം എന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ എല്ലാവരും നല്ല പെർഫോമൻസ് ആയിരുന്നു. പിന്നെ മേ ബി അത് തെലുഗു ഇൻഡസ്ട്രിയിൽ വളരെ വലിയ ഹിറ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോഴും ചിലപ്പോൾ അവരും ഇത് റെട്രോ ഒക്കെ വെച്ച് കമ്പയർ ചെയ്യാൻ ചാൻസസ് ഉണ്ട്. നൈസോടാ VDJ തൂക്കി. പുള്ളി കംബാക്ക് അടിച്ചിട്ടുണ്ട്, നല്ല രീതിക്ക് അടിച്ചിട്ടുണ്ട്. ആ സാധനം അതിൻ്റെ അകത്ത് പടത്തിലുണ്ട്. അനിരുദ്ധിൻ്റെ മ്യൂസിക് നന്നായിട്ട് എലവേറ്റ് ചെയ്യുന്നുണ്ട്. നല്ലൊരു പടമാണ്. പുള്ളിയുടെ ഈ ഡയറക്ടറിൻ്റെ മുമ്പത്തെ പടമാണ് ജേഴ്സി. അതുകൊണ്ട് അവർക്കറിയാം ആ ഒരു ഫീൽ കിട്ടും. നല്ല പടമാണ്. വെങ്കടേഷ് അടിപൊളി തൂക്കി. പിന്നെ സൂപ്പറായിട്ട്. കിങ്ഡം വിജയ് ദേവരകൊണ്ടയുടെ വൺ തിരിച്ചു വരവ്, വേറെ ഒന്നും പറയാനില്ല. ഫസ്റ്റ് ഹാഫ് ഒരു രക്ഷയില്ല. സെക്കൻഡ് ഹാഫ് ഡൗൺ ആയിട്ട് ഇങ്ങനെ പോണ ഒരു സമയം എത്തുമ്പോഴത്തേക്ക് അനിരുദ്ധിൻ്റെ ഒരു കത്തിക്കലുണ്ട്. പിന്നെ ഉറപ്പായിട്ട് ഫസ്റ്റ് ഹാഫ് മൊത്തം പടത്തിൻ്റെ സ്റ്റോറി കാര്യങ്ങൾ, സെക്കൻഡ് ഹാഫിൽ നമ്മൾ കണ്ടു പറഞ്ഞ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ചെറിയ രീതിയിൽ ഒന്ന് ഡൗൺ ആയി പോകുമ്പം അനിരുദ്ധ് കൊണ്ടൊരു BGM ഇടും. അതിൽ പടകേറിയ കൊളുത്തും. എടുത്ത് പറയാനുള്ളത് വെങ്കി, ഒരു രക്ഷയില്ല.
ഓഡിയോ ലോഞ്ചിലൊക്കെ തകർത്ത പോലില്ല, പടത്തിനും ആ ലെവലിൽ തകർന്നു. ഇത്രയും കഷ്ടപ്പെട്ട് ഒരുപാട് പടങ്ങളിലൊക്കെ നിന്ന് കഷ്ടപ്പെട്ട് വന്നതാണ്. അതിന് 100% ഫലം കിട്ടിയിട്ടുണ്ട്. നായകനേക്കാൾ സ്കോർ ചെയ്യുക എന്ന് പറയുന്നത് വലിയ കാര്യമല്ല. അത് അന്യ പടത്തിൽ ഒരു രക്ഷയില്ല. വെങ്കി തന്നെയാണ് വേറെ ലെവൽ, എടുത്തു പറയാനുള്ള വെങ്കി തന്നെ. തരക്കേടില്ലാത്ത സിനിമ. പിന്നെ നമ്മുടെ വിജയുടെയും പിന്നെ നമ്മുടെ വില്ലനായിട്ട് നമ്മുടെ വെങ്കിയുടെയും നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ വെങ്കി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിക്ക് എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഒക്കെ ചെയ്തതിനെക്കാട്ടിയും വളരെ ഹൈപ്പ് കിട്ടിയ ഒരു കഥാപാത്രമാണെന്ന് ഞാൻ പറയാം. വെങ്കി പിന്നെ ഈ പറഞ്ഞ പോലെ ചോക്ലേറ്റ് ഹീറോ വേഷത്തിനെക്കാട്ടിയും പുള്ളി നെഗറ്റീവ് റോളിൽ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളി മലയാളത്തിലും സ്റ്റാൻഡപ്പ് എന്ന് പറഞ്ഞ ആ സിനിമയിൽ ഒരു നെഗറ്റീവ് ഷെയ്ഡില്ല, പുള്ളി വളരെ ഭംഗിയായിട്ട് പെർഫോം ചെയ്തിട്ടുള്ളതാണ്. ഇതിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അനിരുദ്ധ് മ്യൂസിക്കൽ എന്ന് പറയുന്നുണ്ടെങ്കിൽ മ്യൂസിക്കിന് ഇതിൽ വലിയ പ്രാധാന്യമൊന്നുമില്ല. പിന്നെ സിനിമാറ്റോഗ്രാഫി നന്നായിട്ട് നമ്മുടെ 2 മലയാളികളാണ് ഈ സിനിമാറ്റോഗ്രാഫി ചെയ്തത്. ഗിരീഷും ജോമോനും രണ്ടുപേരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, പിന്നെ ഒരു മെലോ ഡ്രാമയാണ് സിനിമ. നമുക്ക് ഭയങ്കര ഒരു ആക്ഷൻ മൂവി എന്ന് പറയാനില്ല. പിന്നെ നമ്മുടെ സാധാരണ നോർമലി നമ്മുടെ തെലുങ്ക് സിനിമകളിൽ കാണിക്കുന്ന പോലെ ആവശ്യമില്ലാത്ത അസംഭവമായിട്ടുള്ള കാര്യങ്ങളൊന്നും കാണിക്കില്ല. കുറച്ച് റിയാലിറ്റിയോട് അടുത്ത് നിൽക്കുന്ന സിനിമയാണ്. എന്ന് പറയുമ്പം നായകൻ ഈ 100 വെടിയുണ്ട ഏറ്റാലും മരിക്കാത്ത എണീറ്റ് വരുന്ന നായകൻ അങ്ങനത്തെ ഒന്നുമല്ല. ഇതിൽ കുറച്ച് യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെട്ടു പോകുന്ന സിനിമയാണ്. പിന്നെ വിജയ് ആസ് യൂഷ്വൽ പുള്ളി ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ആക്ഷനായാലും പുള്ളിയുടെ അഭിനയമായാലും എല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ച് തെലുഗു പ്രേക്ഷകർക്ക് തെലുഗുവിലായിരിക്കും കുറച്ച് ആളുകൾക്ക് കുറച്ചുകൂടെ കൺവേ ആയിട്ട് കിട്ടുന്നത്. ഡബ്ബിങ്ങിൻ്റെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. നമ്മൾ തമിഴിലെല്ലാം കണ്ടാൽ അത്രത്തോളം ഈ പറഞ്ഞ ഡയലോഗൊക്കെ നമുക്ക് കുറച്ച് ഒരു യാന്ത്രികമായിട്ടൊക്കെ തോന്നും. പക്ഷേ കുഴപ്പമില്ലാതെ ഒരു നല്ലൊരു മൂവി. പിന്നെ ഇടയ്ക്ക് ഈ പറഞ്ഞ പോലെ കുറച്ച് മെലോ ഡ്രാമ പോലെ പോകുന്നതുകൊണ്ട് കുറച്ച് സിനിമ വലിയുന്നതായിട്ട് തോന്നും. പിന്നെ എന്താ പറയുക, മൊത്തത്തിൽ എല്ലാവരുടെ പെർഫോമൻസും കൊണ്ട് നല്ലൊരു കുഴപ്പമില്ലാത്ത ഒരു നല്ലൊരു സിനിമയാണെന്ന് എനിക്ക് പറയാം. ഓവറോൾ കുഴപ്പമില്ല. വിജയ് ദേവരകൊണ്ടയുടെ അവസാനത്തെ കുറച്ച് പടങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് ബെറ്ററാണ്. പുള്ളി ഒരല്പം ഗ്രാഫ് ഉയർത്തിയിട്ടുണ്ടെന്ന് പറയാം. കാരണം അവസാനം അത് കാണാനുണ്ട്, ഡെഡിക്കേഷൻ ഉണ്ട്. പിന്നെ ആക്ടിങ്ങിൽ പുള്ളിയും സത്യദേവും രണ്ടുപേരും നല്ല രസമുണ്ട്. സിനിമാറ്റോഗ്രാഫിയും കൊള്ളാം. എങ്ങനെ പോയാലും അവസാനത്തെ കുറച്ച് പടങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് സാമാന്യം നല്ലൊരു പടമാണ്. ഒരു എക്സ്ട്രാ ഓർഡിനറി എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ബട്ട് നമുക്കിത് തിയേറ്ററിൽ കണ്ടിരിക്കാം. വാച്ചബിൾ ഒരു സാധനമാണ്. സത്യം പറഞ്ഞ അനിരുദ്ധിനെ എടുത്തത് കൊണ്ട് ചില സ്ഥലങ്ങളിൽ നമുക്കൊരു ഇമ്പാക്റ്റ് കിട്ടുന്നുണ്ട്. മ്യൂസിക് അതെ. അനിരുദ്ധിൻ്റെ മ്യൂസിക്കിന് നല്ലൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ ഏറ്റവും ഒരു ഡിഫറൻ്റായിട്ട് തോന്നിയത് വിജയ് ദേവരകൊണ്ടയുടെ ഒരു പെർഫോമൻസാണ്. കാരണം കഴിഞ്ഞ പടങ്ങളിലൊന്നും പെർഫോം ചെയ്യാനും ഇല്ലായിരുന്നു. ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു ചില പടങ്ങൾ. അപ്പം പുള്ളിക്ക് യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ കുറച്ച് ഫാൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു പെൺപിള്ളേരൊക്കെ നല്ല ഫാൻസുകാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു എൻജോയ് ചെയ്യേണ്ട ഒരു മൊമെൻറ്റ് കിട്ടും എന്ന് തോന്നുന്നു. വെങ്കടേഷ് എങ്ങനെയുണ്ട്? നമ്മൾ ഭയങ്കര ഒരു ഹൈപ്പ് ഭയങ്കരമായിട്ട് പുള്ളി സംസാരിച്ചു പടങ്ങൾ. അതെ എനിക്ക് തോന്നുന്നു പുള്ളിക്ക് അവിടെ നിന്നൊക്കെ ഓഫേഴ്സ് കിട്ടുമായിരിക്കുമെന്ന് തോന്നുന്നു. നല്ല പെർഫോമൻസ് ആണ്. ത്രൂ ഔട്ട് ഉണ്ട്. പിന്നെ ബാബുരാജുണ്ട് പടത്തിൽ. ബാബുരാജും കുഴപ്പമില്ലാതെ പെർഫോം ചെയ്തിട്ടുണ്ട്. അതെ ഏറ്റവും എടുത്ത് പറയേണ്ടത് വിജയ് ദേവരകൊണ്ടയും സത്യദേവും തന്നെയാണ്. ഇത് രണ്ടുമാണ് ഭയങ്കര ഒരു ഇമ്പാക്റ്റ് പെർഫോമൻസ് എന്ന് പറയുന്നത്. പടം ഓവറോൾ ഓക്കെ. ഞാൻ ഒരിക്കലും ഇതൊരു എക്സ്ട്രാ ഓർഡിനറി എന്നൊരു പറയത്തില്ല. സാമാന്യം നല്ല പടം. ഒരു രക്ഷകൻ ടൈപ്പ് സാധനം തന്നെയാണ്. തീം ഫ്രഷ് ഒന്നുമല്ല. നമ്മൾ ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇത് കോപ്പി പേസ്റ്റ് ചെയ്തൊന്നും വെച്ചേക്കും അല്ല.